അയ്യോ എന്റെ പേഴ്സ് എവിടെ പോയി, അല്ലെങ്കിൽ എന്റെ കാറിന്റെ ചാവി എവിടെ പോയി? നമ്മളിൽ പലരും ഡെയിലി ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഇതിനൊരു സൊല്യൂഷൻ ആയിട്ട് ജിയോ വന്നിരിക്കുക. വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനിന്ന് വന്നത് ഒരു അടിപൊളി ടെക് ഗാഡ്ജറ്റിനെ പരിചയപ്പെടുത്താനാണ്. ഇത് പെയ്ഡ് പ്രൊമോഷൻ അല്ല. അപ്പൊ ഇങ്ങനത്തെ പുതിയ ടെക് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം പേർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ നേരെ വീഡിയോയിലോട്ട് പോകും. ആദ്യമേ പറയാം, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. ഈ ഒരു ഗാഡ്ജറ്റ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. മിക്കവാറും ഞാൻ വാങ്ങും. നമുക്ക് ബേസിക്കലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾക്ക് മറവിയുണ്ട്. നമ്മൾ പല സാധനങ്ങളും നമ്മുടെ ഫോൺ തന്നെ പലപ്പോഴും മറന്നു വെക്കും. സൈലന്റിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വിളിച്ചു നോക്കും അത് എവിടെയാണ് വെച്ചിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ പേഴ്സോ, അതായത് വാലറ്റോ, അതല്ലെങ്കിൽ ഹാൻഡ് ബാഗോ, കാറിന്റെ കീയോ, ഇതൊക്കെ എവിടെയെങ്കിലും നമ്മൾ മിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ എന്താ ഒരു സൊല്യൂഷൻ? നമുക്ക് ആപ്പിൾ ടാഗ് ഒക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഇവിടെയും അംബാനി മുത്താണ്. അംബാനി ജിയോയുടെ പുതിയൊരു ഡിവൈസ് ഇറക്കാണ്. ഇതിന് മുമ്പുണ്ടായിരുന്നു, അതിന്റെ ഒരു കൂടെ കസ്റ്റമൈസ്ഡ് വേർഷൻ ആണ്, അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറയാം. ജിയോ ടാഗ് ഗോ എന്ന് പറഞ്ഞിട്ട് വെറും 2000 രൂപയുടെ ചോടെയാണ് ഇതിന്റെ വില. നിങ്ങൾക്ക് ഫോട്ടോ ഇവിടെ കാണാം. ഈ ഒരു കുഞ്ഞൻ ഡിവൈസ് കൊണ്ടുള്ള ഉപകാരങ്ങൾ പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ കാറിന്റെ കീ ചെയിനിലോ അല്ലെങ്കിൽ പേഴ്സിന്റെ ഉള്ളിലോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഇതായിട്ട് പെയർ ചെയ്യാം. അപ്പൊ ഫോണിന്റെ ബ്ലൂടൂത്ത് പരിധിയിലാണെങ്കിൽ നമുക്കത് റിങ് ചെയ്യിക്കാം. അത് റിങ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ നല്ല ഏറ്റവും രസം എന്താ വെച്ചാൽ നമ്മുടെ ഫൈൻഡ് മൈ ഡിവൈസ് ആയിട്ട് ഇത് പെയർ ചെയ്യാൻ പറ്റും. നമ്മുടെ മൊബൈൽ മിസ്സായാലൊക്കെ കണ്ടുപിടിക്കുന്ന ഡിവൈസാണ് ഫൈൻഡ് മൈ ഡിവൈസ്. അപ്പൊ ഈ ഫൈൻഡ് മൈ ഡിവൈസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ബെല്ലടിക്കാൻ പറ്റും. ഞാനൊക്കെ വീട്ടിൽ ഫോൺ എടുത്തിട്ടില്ലെങ്കിൽ, അമ്മയൊക്കെ ഫോൺ എടുത്തില്ലെങ്കിൽ ഫൈൻഡ് മൈ ഡിവൈസിൽ ബെല്ലടിപ്പിക്കും. കാരണം അവർ ചിലപ്പോൾ സൈലന്റിലായിരിക്കും. അപ്പോൾ വന്നിട്ട് ഇതെന്താ ഒരു സൗണ്ട് മാത്രം, എന്താ ആദ്യം പകച്ചെങ്കിലും പിന്നീട് അത് മനസ്സിലായി ഞാൻ ഈ ഒരു പണി ചെയ്യാണെന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിവൈസിനെയും സൗണ്ട് ആക്കാം. പിന്നെ അതേപോലെ തന്നെ ഇത് ലാസ്റ്റ് നെറ്റിൽ ഇപ്പൊ നമ്മുടെ ഫോണിന്റെ അടുത്തിരുന്ന് ഏത് വീട്ടിലാണെച്ചാലും ഏത് ലൊക്കേഷനിലാണ് അതുള്ളതെന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വളരെ യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ നമ്മൾ പേഴ്സ് എവിടെയെങ്കിലും മറന്നു വെച്ചു, അപ്പൊ നമ്മുടെ ഫോണിന്റെ കൂടെ ആയിരിക്കും പേഴ്സ് മിക്കവാറും ഉണ്ടാവും. അപ്പൊ ആ നെറ്റ് ഉണ്ടാവും ഫോണിലിപ്പോ. നമ്മളെല്ലാവരും 24 മണിക്കൂർ നെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിനും അംബാനിയാണ് കാരണം. അപ്പൊ നമ്മൾ ചിലപ്പോൾ പേഴ്സ് നമ്മളത് ഓഫീസിലോ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത് എവിടെയാണെന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡിവൈസിലേക്ക് ലോഗിൻ ചെയ്ത് ഫൈൻഡ് മൈ ഡിവൈസ് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നെറ്റ് ഉള്ള സ്ഥലം എവിടെയാണെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഓഫീസോ വീട്ടിൽ തന്നെ, വീട്ടില് വൈഫൈ ആക്സസ് പോയിന്റ് ഉണ്ടെങ്കിൽ, എനിക്ക് വീട്ടിലെ വൈഫൈ ആക്സസ് പോയിന്റ് ഉണ്ട്. അപ്പം വീട്ടിൽ എൻ്റെ ഫോണായിട്ട് ഈ ഒരു ഡിവൈസ് പാഡാണ്. ഇത് ശരിക്കും വൈഫൈ വേണമെന്ന്, പക്ഷെ അത് ഈ ഒരു കോസ്റ്റ് അവർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വൈഫൈ കൊടുക്കാറ്. അപ്പൊ നമ്മുടെ ഫോണില്, വീട്ടിലത്തെ ഫോണിലോ ആയിട്ട് ഇത് പാഡ് ആണെങ്കിൽ ഇത് എവിടെയാണെന്ന് നമുക്ക് കറക്റ്റ് ലൊക്കേറ്റ് ചെയ്യാനും കോൾ ചെയ്തിട്ട് അത് മനസ്സിലാക്കാനും പറ്റും ഈ ഒരു ഡിവൈസ്. ഇത് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് തോന്നുന്നുണ്ട്. ഇത് ആവശ്യമുള്ളവര് ജസ്റ്റ് ഒന്ന് ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക, ജസ്റ്റ് അറിയാനാണ്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.